ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ക്രിസ്തീയ ഉപദേശങ്ങൾ എങ്ങനെയാണ് നമുക്ക് രൂപീകരിച്ചെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ഉപദേശങ്ങൾ എങ്ങനെ നമുക്ക് രൂപീകരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള രണ്ട് കാര്യങ്ങൾ ആദ്യമേ ഞാൻ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ഉപദേശങ്ങൾ സഭാ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് രൂപീകരിക്കുവാൻ സാധിക്കുകയില്ല. രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടതായ ഒരു വസ്തുത, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ഉപദേശങ്ങൾ നമുക്ക് രൂപീകരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തണം. പിന്നെ എങ്ങനെയാണ് ക്രിസ്തീയ ഉപദേശങ്ങൾ നമുക്ക് രൂപീകരിച്ചെടുക്കുവാൻ സാധിക്കുന്നത്? ഒന്നാമതായിട്ട്, ക്രിസ്തീയ ഉപദേശങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. രണ്ടാമതായിട്ട്, ക്രിസ്തീയ ഉപദേശങ്ങൾ നമ്മൾ രൂപീകരിക്കുമ്പോൾ ഇത് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചതാണോ അല്ലയോ എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ ഒരു വസ്തുത, ക്രിസ്തീയ ഉപദേശങ്ങൾ ആദിമസഭ അത് തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നോ എന്ന് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ക്രിസ്തീയ ഉപദേശങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് യേശുക്രിസ്തു പഠിപ്പിച്ചതായിരിക്കണം. രണ്ടാമതായിട്ട്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതായിരിക്കണം. മൂന്നാമതായിട്ട്, ആദിമസഭ അത് പ്രാവർത്തികമാക്കി ഇരിക്കണം. അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ഈ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് ഉപോത്ബലകമായ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനെ നമുക്ക് നിഴൽ എന്ന് പറയുവാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളും പഴയ നിയമത്തിലുള്ളതായ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും ഒരു ഉപദേശത്തിനുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്രിസ്തീയ ഡോക്ടറിനായിട്ട് അല്ലെങ്കിൽ ഉപദേശമായിട്ട് കണക്കാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സഭയിൽ നിങ്ങൾ യഥാർത്ഥ ഉപദേശങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.